ഈശോയിലേറെ സ്നേഹമുള്ളവരെ, കൈത്താക്കാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെയും അനുതാപത്തിന്റെയും ഫലങ്ങൾ ഉളവാകുന്നതിന്റെ ആവശ്യത്തെ തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ഇരുളടഞ്ഞ വഴികളിൽ വഴുതി വീഴുന്ന നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഇരു കൈകളും നീട്ടി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ടെന്ന ബോധ്യമാണ് ഇന്നത്തെ വായനകൾ നമുക്ക് നൽകുന്നത്. ദൈവത്തിന്റെ ജനത്തിന് മുകളിൽ നിത്യവും ദൈവമഹത്വം ഒരു വിധാനവും കൂടാരവുമായി നിലനിൽക്കും എന്നും അത് പകൽ തണലായും കൊടുങ്കാറ്റിലും മഴയിലും അഭയമായിരിക്കുമെന്നും പഴയ നിയമ വായനകളിലൂടെ ദൈവം നൽകുന്ന വാഗ്ദാനമാണ് നമ്മൾ വായിക്കുന്നത്. ഒറ്റ കാര്യമേ നാം ചെയ്യേണ്ടതുള്ളൂ. കർത്താവ് നൽകുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിച്ച് അവിടുത്തോട് വിശ്വസ്തരായിരുന്നാൽ മാത്രം മതി. ഇന്നത്തെ ലേഖന ഭാഗത്തിൽ ലഭിച്ചിരിക്കുന്ന നന്മകളെല്ലാം ദൈവത്തിൽ നിന്നാണെന്നും ആത്മാവിൽ നിറഞ്ഞവരായി ജീവിതം മുൻപോട്ട് നീങ്ങണമെന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മോട് പറയുന്നത്. മാനസാന്തര കഥകളും സൂചനകളും വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തും കാണാം. സ്നാപകന്റെ പ്രസംഗം കേട്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ജനങ്ങളും ചുങ്കക്കാരും പാപികളും പട്ടാളക്കാരും മാനസാന്തരപ്പെട്ടവരാണ്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്കുകൾ കേട്ട പാപിനിയുടെ കഥ മാനസാന്തരത്തിന്റെ കഥയാണ്. ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന വാക്ക് കേട്ട സക്കേവൂസിന്റെ കഥ മാനസാന്തരത്തിന്റെ കഥയാണ്. എന്നാൽ ഇന്ന് നാം വായിച്ചു കേട്ട മാനസാന്തര കഥയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. സ്വത്ത് ദൂർത്തടിച്ച മകന് വേണ്ടി സ്നേഹം ദൂർത്തടിച്ച് കാത്തിരിക്കുന്ന പിതാവിനെയാണ് ഈ ഉപമ നമുക്ക് കാണിച്ചു തരുന്നത്. സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നറിയപ്പെടുന്ന ലൂക്കായുടെ സുവിശേഷത്തിന്റെ 15-ാം അധ്യായം പാപികളോട് ക്രിസ്തു എത്രമാത്രം സ്നേഹം കാണിക്കുന്നുവെന്ന് കാണിച്ചു തരുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിലെ നഷ്ടമാകലും പുനഃസമാഗമവും പശ്ചാത്തലമാക്കി ദൈവരാജ്യത്തിലെ പുനഃസമാഗമത്തെക്കുറിച്ച് ക്രിസ്തു പഠിപ്പിക്കുന്നത് ധൂർത്തപുത്രന്റെ ഉപമയിലൂടെയാണ്. ഇത് ഒറ്റപ്പെട്ട കഥയല്ല. അവസാനത്തവരും അവഗണിക്കപ്പെട്ടവരും അന്യവൽക്കരിക്കപ്പെട്ടവരും എന്നും ക്രിസ്തുവിന്റെ സ്നേഹഭാചനങ്ങളായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടമാകലും കണ്ടെത്തലുകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവയുടെ പൊതുഘടന വളരെ ശ്രദ്ധേയമാണ്. നഷ്ടപ്പെട്ട ആടിന്റെ ഉപമയിൽ നാം ആടുകളിൽ ഒന്ന് നഷ്ടമാകുന്നത് കാണുന്നു. കണ്ടുകിട്ടുവോളം അന്വേഷിക്കുന്നതും കാണുന്നു, കണ്ടെത്തുന്നതിനെയും കാണുന്നു, കണ്ടെത്തുന്നതിന്റെ ആനന്ദം പങ്കുവെക്കുന്നതും നാം കാണുന്നു. നഷ്ടപ്പെട്ട നാണയത്തിന്റെ ഉപമയിൽ നാണയങ്ങളിൽ ഒന്ന് നഷ്ടമാകുന്നു, കണ്ടുകിട്ടുവോളം അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, കണ്ടെത്തുന്നതിന്റെ ആനന്ദം പങ്കുവെക്കുന്നു. നഷ്ടപ്പെട്ട പുത്രന്റെ ഉപമയിൽ നാം കാണുന്നത് പുത്രന്മാരിൽ ഒരുവനെ നഷ്ടമാകുന്നു, നഷ്ടമായവനു വേണ്ടി കാത്തിരിക്കുന്നു, നഷ്ടമായവനെ കണ്ടെത്തുന്നു, കണ്ടെത്തിയതിന്റെ ആനന്ദം പങ്കിടുന്നു. ആദ്യ രണ്ട് ഉപമകളിലൂടെ ഘടന തന്നെയാണ് ധൂർത്തപുത്രന്റെ ഉപമയ്ക്കുമുള്ളത്. എന്നാൽ കണ്ടുകിട്ടുവോളം അന്വേഷിച്ച് നടക്കുന്ന പിതാവിനെ ഈ ഉപമയിൽ കാണുന്നില്ല. പകരം അവന്റെ തിരിച്ചുവരവനായി വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന പിതാവിനെയാണ് ക്രിസ്തു അവതരിപ്പിക്കുന്നത്. തിരികെ വരുവാനുള്ള തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത നാണയത്തെയും ആടിനെയും തേടിപ്പോകുന്നവന് തീരുമാനത്തിന് സ്വാതന്ത്ര്യമുള്ള പുത്രന്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ്. സ്വയം തിരിച്ചറിയാത്തവനെ പരപ്രേരണയ്ക്ക് മാത്രം മാനസാന്തരപ്പെടുത്താൻ ആവില്ല എന്ന് ക്രിസ്തുവിനറിയാം. പക്ഷേ ഒരുവന് വേണ്ടി തീരുമാനമെടുക്കാൻ അവനല്ലാതെ ദൈവത്തിന് പോലും ആവില്ല എന്നതാണ് സത്യം. നിന്റെ അനുവാദം കൂടാതെ നിന്നെ സൃഷ്ടിച്ചവന് നിന്റെ അനുവാദം കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല എന്ന് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നതിന്റെ പൊരുളും ഇതുതന്നെയാണ്. ഈ ഉപമ പരമ്പരാഗതമായി ധൂർത്തപുത്രന്റെ ഉപമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഉപമയുടെ ആദ്യ ഭാഗത്തെ മാത്രമേ ഈ പേര് ഊന്നി പറയുന്നുള്ളൂ. കോപിഷ്ഠനായ ഒരു ജ്യേഷ്ഠനും രണ്ടു മക്കളെയും നെഞ്ചോട് ചേർക്കാൻ മോഹിക്കുന്ന ഒരു പിതാവിന്റെ കഥ കൂടിയാണ് ധൂർത്തപുത്രന്റെ ഉപമ എന്ന് പറയുന്നത്. മക്കൾ ഇരുവരെയും പുത്രന്മാരായാണ് ക്രിസ്തു അവതരിപ്പിക്കുന്നത്, സഹോദരന്മാരായല്ല. പിതാവിനോടുള്ള ബന്ധമാണ് പുത്രത്വം, ഒരു സഹജമാണ്. എന്നാൽ പുത്രന്മാർ സഹോദരന്മാരാകുന്നത് നീണ്ട പ്രക്രിയയിലൂടെയാണ്. ഒരേ അപ്പന്റെ മക്കളായിട്ടും സഹോദരന്മാരായി വളരാൻ കഴിയാത്ത എത്രയോ പേർ. ജന്മം കൊണ്ട് ലഭിച്ച പുത്രത്വത്തെ കർമ്മം കൊണ്ട് സാക്ഷാത്കരിക്കുമ്പോഴാണ് സാഹോദര്യം രൂപം കൊള്ളുന്നത്. കായേനും ആബേലും ഇസ്മായേലും ഇസഹാക്കും ഏസാവും യാക്കോബും ജോസഫും ജ്യേഷ്ഠന്മാരും എല്ലാം സാഹോദര്യത്തിന് വളരാൻ കഴിയാത്ത സഹജന്മാരായിരുന്നു. ഈ ബൈബിൾ പാരമ്പര്യത്തിന്റെ ചുവട് പിടിച്ചാണ് ധൂർത്തപുത്രന്റെ കഥയും അവതരിപ്പിക്കപ്പെടുന്നത്. പഴയ നിയമ വിവരണങ്ങളെല്ലാം നട്ടുപിടിപ്പിന് വിരുദ്ധമായി ഇളയവന്റെ പക്ഷം ചേരുന്ന ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുന്നത്.
സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്ന ഇളയവന് രക്ഷ പ്രാപിക്കുമ്പോൾ സ്വന്തം നന്മയിൽ ഊറ്റം കൊള്ളുന്ന മൂത്ത പുത്രന് നിരാശനാകുന്ന കാഴ്ച നാം കാണുകയുണ്ടായി. സ്വത്തിൽ തന്റെ ഓഹരി ചോദിക്കുന്ന ഇളയവന് പിതാവുമായുള്ള ബന്ധം മുറിക്കുകയാണ്. യഹൂദ ആചാരപ്രകാരം പിതാവിന്റെ കാലശേഷം മാത്രമേ പുത്രന് സ്വത്തിൽ അവകാശമുള്ളൂ എന്ന് പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. പിതാവിന് സ്വമനസ്സ നേരത്തെ സ്വത്ത് ഭാഗം വയ്ക്കാൻ നിയമം അനുശാസിച്ചിരുന്നു. പിതാവിനോട് കലഹിച്ച് വീതം വാങ്ങുന്ന ധൂർത്തപുത്രൻ പിതാവിനെ മൃതനായിട്ടാണ് പരിഗണിക്കുന്നത് എന്നാണ് സത്യം. മൂത്തപുത്രന് ഇരട്ടി ഓഹരി ലഭിക്കാൻ അവകാശമുണ്ടായിരുന്നു. വിരലിലെ മോതിരവും മേലങ്കിയും ഒക്കെ മൂത്തപുത്രന്റെ അവകാശമാണ്. തിരിച്ചെത്തിയവന് അവയെല്ലാം പിതാവ് നൽകുന്നത് നാട്ടുനടപ്പിന് വിരുദ്ധമായിരുന്നു. പിതാവിനെ മറന്നവന് സ്വന്തം നിലവാരം മറക്കേണ്ടി വന്നു. അവന് യഹൂദന് നിഷിദ്ധമായ പന്നികളുമായി ഒത്തുകഴിയേണ്ടി വന്നു. പന്നികളുടെ പരിചരണം യഹൂദന് ചേർന്നതല്ലായിരുന്നു എന്ന വസ്തുതയും നാം ഓർക്കണം. പിതാവുമായുള്ള ബന്ധം നഷ്ടമായവൻ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നു. സദാ ദൈവത്തിന്റെ സാന്നിധ്യവും സ്വരവും നമുക്ക് തിരിച്ചറിയാനാകുന്നത് പലപ്പോഴും പരാജയത്തിന്റെ പടുകുഴിയിൽ വെച്ചായിരിക്കാം. അതിനാൽ വീണവനെ ഓർത്തല്ല, വീഴ്ചയിലും കേൾക്കാതെ പോയ ദൈവസ്വരത്തെ ഓർത്താണ് നാം വ്യസനിക്കേണ്ടത്. ധൂർത്തപുത്രന്റെ മാനസാന്തരത്തിൽ 3 തലങ്ങളുണ്ട്. സുബോധമുണ്ടാകുന്നു, തിന്മയുടെ കുഴിയിൽ നിന്ന് എഴുന്നേൽക്കുന്നു, പിതാവിന്റെ ഭവനത്തിലേക്ക് ചെന്ന് ഏറ്റുപറയുന്നു. ഇവയിൽ ആദ്യത്തെ തലം ദൈവം നമുക്ക് തരുന്ന പ്രചോദനമാണ്. മാനസാന്തരം ദൈവികമാണെങ്കിലും അതിൽ മനുഷ്യന്റെ പങ്ക് വളരെ വലുതാണ്. നമ്മുടെ തിരിച്ചുവരവിനായി നോക്കിയിരിക്കുന്ന പിതാവിനോടും ഹൃദയസ്പർശിയായ ഒരു ദൈവിക ചിത്രം ബൈബിളിൽ ഉടനീളം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ദൂരെ വെച്ച് തന്നെ കണ്ടെത്തി ഓടിയണഞ്ഞ് വാരിപ്പുണരുന്ന പിതാവ് ദൈവസ്നേഹത്തിന്റെ സമ്പൂർണതയാണ്. ഒരുപാട് നന്മകൾ സ്വന്തമായി ഉണ്ടായിട്ടും രക്ഷയിൽ നിന്ന് വിദൂരസ്ഥരായി കഴിയുന്നവരുടെ പ്രതിനിധിയാണ് മൂത്തപുത്രൻ. അവന് പകലന്തിയോളം പണിയെടുക്കുന്നവനാണ്, ധൂർത്തടിക്കാത്തവനാണ്, അനുസരണയുള്ളവനാണ്, മദ്യപിക്കാത്തവനാണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകൾ ഉള്ളവനാണ്. എങ്കിലും യഹൂദ ജനതയ്ക്ക് പറ്റിയതും ഇന്നും അനേകം ആത്മീയർക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നതുമായ തെറ്റാണ് ഇത്. രക്ഷയ്ക്ക് തടസ്സം പാപമല്ല, അതിലുപരി തന്നിൽ പാപമില്ല എന്ന ചിന്തയാണ്. അതിനാൽ സ്നേഹമുള്ളവരെ, ഈ കൈത്താക്കാലത്തിൽ നമുക്ക് സ്വയം എളിമപ്പെട്ട് പിതാവിന്റെ സന്നിധിയിൽ ചെല്ലാം. നമുക്ക് കുറവുകൾ തുറന്നു പറയാം. ഒപ്പം ദൈവം പാപികളെ സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തിയതുപോലെ നമുക്കും കരുണയുള്ള ഒരു പിതൃഹൃദയം വാർത്തെടുക്കാം. കരുണയുടെ വക്താക്കളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.